ബലിപെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, അതായത് ഈദുൽ അദ്ഹ. ഈ ഈദുൽ അദ്ഹയിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. തക്ബീറിന്റെ വിഷയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വലിയ പെരുന്നാളിന് ദുൽഹിജ്ജ 9 അന്ന് സുബഹി നിസ്കാരത്തിന്റെ ശേഷം, അറഫ ദിവസത്തിന്റെ അന്ന് സുബഹി നിസ്കാരത്തിന്റെ ശേഷം മുതൽക്ക് അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അന്ന് കൂടെ അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എല്ലാ നിസ്കാര ശേഷവും, സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും, ഇനി മറ്റുള്ള നിസ്കാരങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ സമയത്ത് ഖളാ വീട്ടുകയാണെങ്കിൽ വരെ ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ തക്ബീറിന് പറയുന്ന പേരാണ് മുഖയ്യദായ തക്ബീർ എന്ന്. ഈ തക്ബീർ തിലാവത്തിന്റെ സുജൂദിന് ശേഷമോ ശുക്റിന്റെ സുജൂദിന് ശേഷമോ ഈ തക്ബീർ സുന്നത്തില്ല. എന്ന ബാക്കിയുള്ള എല്ലാ നിസ്കാര ശേഷവും ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ തക്ബീറിന്റെ പേരാണ് മുഖയ്യദായ തക്ബീർ. അറഫ ദിവസം സൂര്യൻ അസ്തമിച്ചത് കഴിഞ്ഞ ശേഷം മഗ്രിബ് നിസ്കാരം മുതൽക്ക് പിറ്റേ ദിവസം പെരുന്നാളാണ്. ആ പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്ന ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ നമുക്ക് ഏത് സമയത്തും സംസാരം കറാഹത്തില്ലാത്ത സമയങ്ങളിലും സ്ഥലങ്ങളിലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ തക്ബീർ എപ്പോഴും ചെല്ലാം. അതിന്റെ പേരാണ് മുർസലായ തക്ബീർ എന്ന്. അത് എല്ലാ സമയത്തും ചൊല്ലൽ സുന്നത്താണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ തക്ബീറിനെ പറയുന്ന പേരാണ് മുർസലായ തക്ബീർ എന്നുള്ളത്. മറ്റേ തക്ബീർ അതിന് പേരാണ് മുഖയ്യദായ തക്ബീർ എന്നുള്ളത്. വളരെ പവിത്രമാണ്, ഇങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യാത്രക്കാർക്കും എല്ലാവർക്കും ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. മുഖയ്യദായ തക്ബീർ ആണെങ്കിലും മുർസലായ തക്ബീർ ആണെങ്കിലും ആ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്.